മന്ത്രിസഭ എടുത്തൊരു തീരുമാനം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ലിങ്കുകൾ എനിക്കും കിട്ടിയിരുന്നു. അപ്പോൾ ഇതേ തീരുമാനം ഞാൻ ചോദിച്ചത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത്രയും ആളുകൾ മരിക്കുന്ന സമയം വരെ എടുത്താൽ, എപ്പോഴും ചോദിച്ചാലും ഏത് വിഷയം നടക്കുന്ന സമയത്തും മാധ്യമങ്ങൾ മൈക്ക് വെച്ച് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വകുപ്പ് മന്ത്രിയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്ന കാര്യം എന്തായിരുന്നു? അത് ശക്തിയുക്തമായ നടപടിയിലേക്ക് പോവുകയാണ്, ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുകയായിരുന്നു. ആ പറയുന്ന സംഭവങ്ങൾ ദിനം പ്രതി ഇത് വർദ്ധിച്ചു വരുന്ന മരണകാരണങ്ങൾ മരണ തലങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇഷ്യൂ ആണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം മരണങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ഇന്നും മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിച്ചാൽ മതി. എന്താണ് വേണ്ടതെന്നുള്ള തുടർ നടപടി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ഈ പരിശോധന ഇതുവരെ തീർന്നിട്ടില്ലേ എന്നുള്ളതാണ്. ഇതുവരെ ഈ പരിശോധന തീർന്നിട്ടില്ലേ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ചോദിക്കേണ്ട ഒരു മുഖ്യ ചോദ്യം. ഇവിടെ നോർത്ത് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ ജനങ്ങൾ കടുവയെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്ന ഇത്തരം വന്യമൃഗങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ജനം എന്തുകൊണ്ട് എത്തുന്നു? പൊറുതിമുട്ടിയിട്ടാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വന്തക്കാരെ നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ സ്വയം ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ഒരു പ്രിവെന്റേഷന്റെ ഭാഗമായി, പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവർ മൃഗങ്ങളെ കൊല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. നമുക്കറിയാലോ, നമ്മുടെ നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശൈലി. അത് ഏതൊരു മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പ്രിവെൻഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് എന്താണ്? ഇവിടുത്തെ നിയമം കൊണ്ടോ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു വീഴ്ച കൊണ്ടോ അവർക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് തോന്നൽ കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലും അതിനെ സംഭവിക്കാൻ പോകുന്നു. കേരളത്തിൽ ഇത്തരത്തിൽ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന കർഷകരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് മന്ത്രി പോകുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിൽ ഇടപെടൽ ഉണ്ടാകാതിരിക്കുമ്പോൾ, ഈ ഗവൺമെന്റ് നിഷ്ക്രിയമായി പ്രവർത്തിക്കുമ്പോൾ ഏത് തരത്തിൽ ജനങ്ങൾ ചിന്തിക്കും? എന്റെ നേരെ ആക്രമിക്കാൻ വരുന്ന മറ്റേ കടുവയുടെ മുന്നിൽ ഞാൻ കയ്യും കെട്ടി നിൽക്കണോ എന്ന് ഏതോ ഒരു കർഷകൻ ഒരു പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിച്ചു, ഒരു ചാനലിന് മുന്നിൽ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ ആ രീതിയിലേക്ക് ജനം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് ഡിഫെൻഡ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അത്തരത്തിലേക്ക് പിന്നെ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതേ മൃഗങ്ങൾക്ക് വേണ്ടി വായടച്ച, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ജീവന് വേണ്ടി സംസാരിക്കാത്ത അന്നത്തെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയൊക്കെ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന മൃഗങ്ങളെ ആക്രമിച്ച ആളുകളെ ജയിലിലടയ്ക്കണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ മൃഗങ്ങളെ ഉപദ്രവിക്കണമെന്നോ ഒന്നുമല്ല. മൃഗങ്ങളും ഈ സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമാണ്. പക്ഷേ എങ്കിലും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ ജനങ്ങളെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പോൾ മാത്യു സാർ പറഞ്ഞ കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷനിലേക്ക് അദ്ദേഹവും പറഞ്ഞത്. അവിടുത്തെ ഈ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ, അവിടുത്തെ കർഷകർ, അവിടുത്തെ പ്രദേശവാസികൾ, അവരുമായിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ അവരുടെ അഭിപ്രായം എടുക്കാനോ അവിടുത്തെ കർഷകർ, അവിടുത്തെ പ്രദേശവാസികൾ, അവരുമായിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ അവരുടെ അഭിപ്രായം എടുക്കാനോ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അവരുടെ പ്രയാസം കേൾക്കാൻ, അവരുടെ ഭാഗത്ത്, അവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, എത്രയോ കാലമായി ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇപ്പോൾ ഒരു പുലി ഇറങ്ങുന്ന സമയം അത് വൈകുന്നേരം 6:30 മണിക്കാണെന്നത് ഈ പറഞ്ഞു ചെല്ലുന്ന റേഞ്ച് ഓഫീസറിനെക്കാളും നന്നായി അറിയാവുന്ന ആ പ്രദേശവാസികൾക്കായിരിക്കും. അപ്പൊ അവരെ ഒന്ന് കേൾക്കാൻ, ആ പ്രദേശവാസികളെ ഒന്ന് കേൾക്കാൻ തയ്യാറാകാൻ, അതിന് ആത്മാർത്ഥതയില്ലാത്ത അവരുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഒന്നാമത്തെ വീഴ്ച. അപ്പൊ ജനങ്ങൾ സ്വന്തമായി ഇത്തരത്തിൽ അവരുടെ ജീവന് വേണ്ടി പോരാടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഈ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിനാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിന് ഈ കേസിൽ പ്രതികരിച്ചിട്ടുണ്ട്, കക്ഷി ചേർത്തിരിക്കുകയാണ്. എന്താണ് പ്രയാസം എന്നുള്ളത്, അവർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സത്യവാങ്മൂലമായിട്ട് രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കൊടുക്കാനായിട്ട് അവർ സെൻട്രൽ ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉത്തരവാദിത്തം, ഈ പരസ്പരം അങ്ങോട്ടും സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാതെ ആ പ്രദേശവാസികളെ ഏതെല്ലാം തരത്തിൽ സഹായിക്കാൻ കഴിയുമോ അവരെ ആ തരത്തിൽ സഹായിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്, അവിടെ നാളെ ഇനിയൊരു കുരുതി ഉണ്ടാകരുത് എന്നുള്ള നിലയിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ സഹായിച്ചുകൊണ്ട് ഒരു പ്രത്യാശയുടെ ഒരു കിരണമായി ഇനിയെങ്കിലും ഈ ഗവൺമെന്റ് മാറണം എന്നൊരു അഭിപ്രായം, ഇത് രാഷ്ട്രീയത്തിനേക്കാൾ അതീതമായി ആ പ്രദേശവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വന്ന് നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ വന്ന് കോൺഗ്രസ് ആയിട്ടല്ല പറയുന്നത്, അവിടെയുള്ള ആളുകളുടെ ഒരു ഭീതിയുണ്ട്.
അവിടെയുള്ള ആളുകൾക്ക് അതിന്റെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് അധ്വാനം, കൃഷിയൊക്കെ കഴിഞ്ഞ് അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് സ്വന്തം വീടിന്റെ നടുക്കിലേക്ക് ഒരു ചായ ഉറങ്ങാനായിട്ട് ഉറങ്ങി ക്ഷീണം അകറ്റാൻ ഒന്ന് കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്കും കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു വന്യജീവിയാണ് വീടിന്റെ മുന്നിൽ കാണുന്നത് അല്ലെങ്കിൽ അടുക്കളയിൽ കാണുന്നത്. ആ സാഹചര്യത്തിലേക്ക് അവരെത്തുമ്പോൾ അവർ എന്തുമാത്രം ഭീതിയോട് കൂടിയിട്ടാണ് ഒന്ന് കിടക്കുന്നത്. അവർക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയില്ല. അത്രമാത്രം ഭയത്തിലാണ്. അവരുടെ മക്കളുടെ കാര്യം, കൊച്ചുകുട്ടികളുടെ കാര്യം, അവിടെയുള്ള കുഞ്ഞു കുട്ടികൾക്കൊന്ന് സ്കൂളിൽ പോകാൻ പോലും. ഇപ്പോൾ കടുവ ആക്രമണം നടന്ന ആ ദിവസങ്ങളിൽ എത്ര ദിവസമാണ് ആ കുട്ടികൾക്കൊന്ന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞത്? അപ്പൊ അത്രമാത്രം പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് ഈ പറയുന്നത് പോലെ അനാവശ്യമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഏത് പ്രദേശവാസിയാണ് ഈ വനമേഖലയിലേക്ക് കടന്നു കയറിയിട്ടുള്ളത്? ഇപ്പൊ നമ്മളൊക്കെ വിവിധ യാത്രകളിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. വനമേഖല എന്ന് എഴുതി വെച്ചിരിക്കുന്ന മേഖലയിൽ ഏത് രീതിയിലുള്ള കടന്നുകയറ്റത്തിലാണ് ആളുകൾ നിൽക്കുന്നത്? അപ്പൊ അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഗവൺമെന്റ് വീഴ്ചയല്ലേ? ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വനമേഖല ഏതാണെന്നുള്ളത് കൃത്യമായ ഫെൻസിങ്ങിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റിന് ബോധ്യമുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കടന്നു കയറുന്നത് കുറ്റകരമാണ് എന്ന് ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അങ്ങനെ കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കാനുള്ള നടപടി ഉണ്ടല്ലോ. അപ്പൊ തിരിച്ച് ഈ വനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ പറയുന്ന മൃഗങ്ങളെ തടയിടാനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് ഉണ്ട്. അത് അവർ ചെയ്യണമെന്നുള്ളത്.